ഫമാലി ഐനൈക ഇൻ ഖുൽത ക്ഫുഫാ ഹമത വമാലി ഖൽബിക ഇൻ ഖുൽത സ്തഫിഖ് യഹിമി. ഫമാലി ഐനൈക, സ്വന്തം ആത്മാവിനോട് തന്നെ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്, ഫമാലി ഐനൈക, നിന്റെ രണ്ട് കണ്ണുകൾക്ക് എന്താണ് പറ്റിയത്? ഇൻ ഖുൽത ഇക്ഫുഫ, നീ ആ കണ്ണുകളോട് ഒന്ന് കരയാതിരിക്കൂ എന്ന് പറഞ്ഞാൽ, ഇൻ ഖുൽത, നീ പറഞ്ഞാൽ, ഇക്ഫുഫ, ഒന്ന് നിർത്തൂ, ഈ കരച്ചിലൊന്ന് നിർത്തൂ എന്ന് ആ കണ്ണുകളോട് നീ പറഞ്ഞാൽ, ഹമത, അതാണ് കേൾക്കേണ്ട താമസം, ഹമത, കൂടുതലായിട്ട് കരഞ്ഞു പോവുകയാണ്. വമാലി ഖൽബിക, നിന്റെ ഹൃദയത്തിന് എന്തു പറ്റി? ഇൻ ഖുൽത, ആ ഹൃദയത്തിനോട് നീ പറഞ്ഞാൽ, ഇസ്തഫിഖ്, ഒന്ന് ഉണരൂ, ഒന്ന് ബോധത്തോടെ ഇരിക്കൂ, ഒന്ന് നിയന്ത്രിക്കൂ എന്ന് പറഞ്ഞാൽ, യഹിമി, അത് ആകെ വേജാറിലാവുകയാണ്, പരിഭ്രമിക്കുകയാണ്. കണ്ണിനോട് കരയല്ലേ എന്ന് പറഞ്ഞാൽ കണ്ണ് കൂടുതൽ കരഞ്ഞു പോകുന്നു. ഹൃദയത്തിനോട് സമാധാനം കൈക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ കൂടുതൽ വേജാറാകുന്നു. എന്താണ് ഇതിന്റെ കാരണം? അയഹ്സബു സ്വബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമുൻ മാ ബൈന മുൻസജിമിൻ മിൻഹു വമുദ്തരിമി. എന്തൊരു രസമാണ്! കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന കാരണം തേടിക്കൊണ്ടാണ് പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദ അങ്ങനെ തുടങ്ങുന്നത്. ഇനി കാരണത്തിന്റെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. അയഹ്സബു സ്വബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമൂൻ മാ ബൈന മുൻസജിമിൻ മിൻഹു വമുദ്തരിമി. അയഹ്സബു സ്വബ്ബു, അനുരാഗി സ്നേഹമുള്ളവൻ വിചാരിക്കുന്നുണ്ടോ? അന്നൽ ഹുബ്ബ, തീർച്ചയായും സ്നേഹം, മുൻകതിമുൻ, അത് മറച്ചു വെക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ന്. സ്നേഹം മറച്ചു വെക്കാൻ കഴിയില്ല. മാ ബൈന മുൻസജിമിൻ മിൻഹു വമുദ്തരിമി, മാ ബൈന മുൻസജിമിൻ, ഒലിക്കുന്ന കണ്ണീരിന്റെ ഇടയിലും, മിൻഹു വമുദ്തരിമി, തപിക്കുന്ന ഹൃദയത്തിന്റെ ഇടയിലും ആ സ്നേഹത്തിനെ ഒളിച്ചു വെക്കാൻ കഴിയുമെന്ന് അനുരാഗി വിചാരിക്കുന്നുണ്ടോ? അപ്പോ ഈ സ്നേഹമാണ് ഈ പുറത്തു ചാടുന്നത് എന്നർത്ഥം. സ്നേഹമാണ് ഈ കണ്ണീരായി വരുന്നത്, സ്നേഹമാണ് ഈ ഹൃദയത്തിന്റെ പിടക്കലായി അനുഭവപ്പെടുന്നത്. അത് മറച്ചു വെക്കാൻ കഴിയുമെന്ന് സ്നേഹിക്കുന്നവൻ വിചാരിക്കുന്നുണ്ടോ? അത് കഴിയുന്ന സംഗതിയല്ലോ. ലൗലൽ ഹവാ ലം തുരിഖ് ദംഅൻ അലാ തലലി വലാ അരിഖ്ത ലിദിക്രിൽ ബാനി വൽ അലമി. ലൗലൽ ഹവാ, അനുരാഗം ഉണ്ടായിരുന്നില്ലെങ്കിൽ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, ലം തുരിഖ്, നീ ഒലിപ്പിക്കുമായിരുന്നില്ല, ദംഅൻ, രക്തത്തിനെ അല്ലെങ്കിൽ കണ്ണീരിനെ നീ ഒലിപ്പിക്കുമായിരുന്നില്ല, അലാ തലലി, ആ അവശിഷ്ടങ്ങളുടെ മേലിൽ, അഥവാ മുത്തുനബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സംഗതികൾ കേൾക്കുമ്പോൾ നീ ഒലിപ്പിക്കുമായിരുന്നില്ല. വലാ അരിഖ്ത, നീ ഉറക്കമൊഴിക്കുകയും ചെയ്യില്ലായിരുന്നു. ലിദിക്രിൽ ബാൻ, ബാൻ മരങ്ങളെ ഓർത്തുകൊണ്ട്, വൽ അലമി, അലമാകുന്ന മലയെയും ഓർത്തുകൊണ്ട് നീ ഉറക്കമൊഴിക്കില്ലായിരുന്നു. എന്താണ് ബാൻ എന്ന് പറഞ്ഞാൽ? മരുഭൂമിയിലെ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങിയ ഒരു മരമാണ് ബാൻ എന്ന് പറയുന്ന മരം. ഇപ്പൊ പ്രകൃതിയിലുള്ള ബാൻമരത്തെ കാണുമ്പോൾ, മരുഭൂമിയിലുള്ള ബാൻമരത്തെ കാണുമ്പോൾ ആ മരുഭൂമിയിൽ ജീവിച്ച വ്യക്തിയെ ഓർമ്മ വരുന്നു. സ്നേഹം അങ്ങനല്ലേ? സ്നേഹമുണ്ടാകുമ്പോൾ ആ സ്നേഹിക്കപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ കാണുമ്പോൾ അത് ഓർമ്മ വരികയാണ്. വൽ അലമി, അലമാകുന്ന മലയും. അലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പർവ്വതത്തിന്റെ പേരാണ് ഹിറാ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധ്യാനം ഇരുന്ന, മുറാഖബയിൽ ഇരുന്ന ഹിറാ ഗുഹയിൽ, ഗുഹ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ്. അതിന്റെ പേരാണ് അലം എന്നും ഒരു അഭിപ്രായമുണ്ട്. അതല്ല, മറ്റൊരു പർവ്വതമാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും മുത്തുനബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതൊക്കെ, ആ സ്നേഹമില്ലെങ്കിൽ നാം ഉറക്കമൊഴിക്കില്ലായിരുന്നു, കരയില്ലായിരുന്നു. ഫകൈഫ തുൻകിറു ഹുബ്ബൻ ബഅദ മാ ഷഹിദത് ബിഹി അലൈക ഉദൂലു ദംഇ വസ്സഖമി. ഫകൈഫ, എങ്ങനെ, തുൻകിറു, നീ നിഷേധിക്കുക, ഹുബ്ബൻ, സ്നേഹത്തിനെ, അനുരാഗത്തിനെ, ബഅദ മാ ഷഹിദത് ബിഹി അലൈക, നിനക്കെതിരിൽ സാക്ഷി നിന്നതിന്റെ ശേഷം. സ്നേഹമുണ്ട് എന്നതിന് നിനക്കെതിരിൽ സാക്ഷി നിൽക്കുകയാണ്. ആരാണ് സാക്ഷി നിൽക്കുന്നത്? ഉദൂലു ദംഇ,
നീതിമാന്മാരായ കണ്ണീർ തുള്ളികളാണ്. വസ്സഖമി, രോഗവുമാണ്. ആ സ്നേഹം നിനക്കുണ്ടായത് കൊണ്ടാണ് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിഞ്ഞത്. ആ സ്നേഹം നിനക്കുണ്ടായത് കൊണ്ടാണ് നിനക്ക് കിടന്നാൽ ഉറക്കം വരാത്ത രൂപത്തിൽ നീ ക്ഷീണിതനായി പോയത്. അതുകൊണ്ട് ആ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളായി നീ ഇല്ല എന്ന് പറയുമ്പോഴും ഇവകൾ നിനക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്. പിന്നെ നിനക്ക് എങ്ങനെ സ്നേഹമില്ലെന്ന് പറയാൻ കഴിയും ആത്മാവേ എന്ന് മഹാനായ ബൂസീരി ഇമാം സ്വന്തം ശരീരത്തിനോട് തന്നെ ചോദിക്കുന്നു. وأثبت الوجد خطي عبرة وضنا مثل البهار على خديك والعنم. إن شاء الله ഇവിടെ നിൽക്കട്ടെ. 6 ബൈത്തുകളാണ് നമ്മൾ പറഞ്ഞത്. മഹാനായ ബൂസീരി ഇമാം തൻ്റെ ആത്മാവിനോട് സംസാരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ ഹൃത്തടത്തിലുള്ള സ്നേഹം നബിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും വസ്തുക്കളും മരങ്ങളും മരുഭൂമിയും മലനിരകളുമൊക്കെ പറഞ്ഞ് ബന്ധപ്പെടുത്തി സ്നേഹം എനിക്ക് മുത്തുനബിയോടുണ്ട് എന്ന് സ്വന്തം ആത്മാവിനോട് നിനക്ക് സ്നേഹമുണ്ടടാ എന്ന് പറയുന്ന വരികളാണ് ആദ്യത്തെ 6 വരികളിലൂടെ നമ്മൾ പറഞ്ഞത്. വളരെ മഹത്തമായി സ്വന്തം നഫ്സിനോട് ആത്മാവിനോടുള്ള ഈ സംസാരം, നമുക്കൊക്കെ നമ്മോടുള്ള ഒരു സംസാരം നമുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആ സംസാരമാണ് മഹാനായ ഇമാം ബൂസീരി നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്നേഹമൊന്നും ഒന്നുമല്ല എന്നാണ് മഹാനായ ഇമാം ബൂസീരി തൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീരും ഉറക്കമൊഴിച്ചുള്ള ജീവിതവും ഒക്കെ മുൻനിർത്തി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി വരികൾ പറയണം. അതിനിടയിൽ സുന്ന സീരീസിലെ പ്രാക്ടിക്കൽ സുന്ന സീരീസിൻ്റെ ഭാഗങ്ങളും നമുക്ക് സംസാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ മനസ്സിലാക്കുന്ന മഹത്തായ ഈ ഖസീദ അതിൻ്റെ അദബോടുകൂടെ പറയാനും കേൾക്കാനും അതിൽ നിന്ന് ഒരുപാട് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനും മുത്തുനബിയിലേക്ക് അടുക്കാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.